സമീപകാല രാഷ്ട്രീയ കേരളം കണ്ടതിൽ വെച്ച് ഏറ്റവും അത്യുജ്വലം എന്ന് വിശേഷിപ്പിക്കാൻ കഴിയുന്ന ഒരു സമരത്തിനാണ് 266 ദിവസം ആശാ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ കേരളത്തിന്റെ പൊതുസമൂഹം ഏറ്റെടുത്ത സമരം അത്യുജ്വലമായ വിജയത്തിൽ എത്തിച്ചേരാൻ കഴിഞ്ഞത്. ആ സമരത്തിൽ ഏർപ്പെട്ട മുഴുവൻ ആശാ വർക്കേഴ്സിനെ, അതിന് നേതൃത്വം കൊടുത്ത ആശാ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷന്റെ ഭാരവാഹികളെയും പ്രവർത്തകരെയും പിന്തുണച്ച മുഴുവൻ ആൾക്കാരെയും ഈ അവസരത്തിൽ ഹാർദ്ദമായി ഞാൻ അഭിവാദ്യം ചെയ്യുകയാണ്. ഒരു നേരത്തെ ശ്രീ കൊടിക്കുന്നിൽ സുരേഷ് സൂചിപ്പിച്ചതുപോലെ രാഷ്ട്രീയ കേരളം സമീപകാലത്ത് കണ്ട രണ്ട് പ്രധാനപ്പെട്ട ജനകീയ സമരങ്ങൾ, ഒന്ന് കേരയിൽ വിരുദ്ധ സമരവും മറ്റൊന്ന് ആശാ വർക്കേഴ്സ് നടത്തിയ ജനകീയ സമരവുമായിരുന്നു. ഈ രണ്ട് സമരവും കേരളത്തിലെ ഇടതുപക്ഷത്തിന്റെ പേരിൽ അധികാരത്തിലിരുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിന്റെ പതനത്തിന് കാരണമായി എന്നുള്ള രാഷ്ട്രീയ യാഥാർത്ഥ്യം ഇനിയെങ്കിലും തിരിച്ചറിയാൻ CPM ഒരു ഇടതുപക്ഷ രാഷ്ട്രീയ പ്രസ്ഥാനമാണെങ്കിൽ അതിന് സന്നദ്ധമാകണമെന്നാണ് വിനയപുരസ്സരം ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. ഈ രണ്ട് സമരവും കേരളത്തിന്റെ ജനങ്ങൾ പൊതുസമൂഹം ഏറ്റെടുത്ത സമരമാണ്. ആ കേരളയിൽ വിരുദ്ധ സമരവുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ ഉയർന്നു വന്ന വൻപിച്ച ജനകീയ മുന്നേറ്റം 266 ദിവസം മഞ്ഞത്തും മഴയത്തും വെയിലത്തും, അതുപോലെ ടാർപ്പാളിൻ പോലും നേരത്തെ ഉദ്ഘാടനം ചെയ്ത ശ്രീ പ്രേംകുമാർ സൂചിപ്പിച്ചതുപോലെ കോരിച്ചൊരിയുന്ന മഴയത്ത് മഴ നനയാതിരിക്കാൻ വേണ്ടി ഒരു ടാർപ്പാളിൻ പിടിക്കാൻ പോലും അനുവദിക്കാതെ ക്രൂരമായ നിലയിൽ, പ്രാകൃതമായ നിലയിൽ ഒരു സമരത്തെ അടിച്ചൊതുക്കാൻ ഇടതുപക്ഷ രാഷ്ട്രീയത്തിന്റെ പേരിൽ അധികാരത്തിലിരിക്കുന്ന ഒരു ഗവൺമെന്റ് ചെയ്തു എന്നുള്ളത് കേരളത്തിന്റെ രാഷ്ട്രീയ മനസ്സിനെ വേദനിപ്പിച്ച അനുഭവമാണ്. അതിന്റെ അനന്തര ഫലമാണ് സത്യത്തിൽ ഇന്ന് ഞാൻ നിയമസഭയിൽ പോയിട്ടാണ് വരുന്നത്. കേരളത്തിൽ ശ്രീ VD സതീശൻ സംസ്ഥാന മുഖ്യമന്ത്രിയായിരിക്കുമ്പോൾ സർ പിണറായി വിജയൻ പ്രതിപക്ഷ നേതൃസ്ഥാനത്തേക്ക് മാറ്റം ചെയ്യപ്പെട്ടുവെങ്കിൽ അതിൽ നിർണായകമായ സ്വാധീനം ഈ തെരഞ്ഞെടുപ്പും ഈ സമരവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളും ഉണ്ടായി എന്ന കാര്യത്തിൽ സംശയം വേണ്ട. ഇവിടെ ശ്രീ KN ബാലഗോപാൽ പറഞ്ഞ കാര്യത്തെ സംബന്ധിച്ച് എല്ലാവരും സൂചിപ്പിക്കുകയുണ്ടായി. ഇപ്പൊ ഞാൻ മനസ്സിലാക്കുന്നത് ഏറ്റവും ഒടുവിൽ കേന്ദ്ര ഗവൺമെന്റിൽ നിന്ന് ലഭിച്ചുകൊണ്ടിരിക്കുന്ന ഇൻസെന്റീവ് 2000 രൂപയിൽ നിന്ന് 1500 രൂപ കൂടി വർദ്ധിപ്പിച്ച് 3500 രൂപയായി ഇൻസെന്റീവ് വർദ്ധിപ്പിച്ചതുമായി ബന്ധപ്പെട്ട് പാർലമെന്റിൽ ഉന്നയിച്ച ഒരു ചോദ്യം അന്ന് ഏറ്റവും കൂടുതൽ ഈ സമരമുഖത്തെ ചർച്ചയിലാണ് അതിന് ലഭിച്ച മറുപടി. ശ്രീ ജോസഫ് മാത്യു ഉൾപ്പെടെയുള്ളവർ ആ മറുപടി ആധാരമാക്കിക്കൊണ്ടാണ് പൊതുമണ്ഡലത്തിൽ ടെലിവിഷൻ ചർച്ചകളിലുമൊക്കെ ഉയർത്തിക്കൊണ്ടുവന്നത്. അപ്പൊ അത് 3500 രൂപയാക്കിയതുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്ന വിവാദം ഇപ്പോൾ ഇതിന്റെ സമരത്തിന്റെ ബന്ധപ്പെട്ട ഭാരവാഹികൾ പറയുന്നതനുസരിച്ചാണെങ്കിൽ അത് കൊടുക്കണ്ട, മരവിപ്പിച്ചു എന്ന് ഉത്തരവിറക്കി എന്നാണ് CPM ഹാൻഡിലുകൾ എന്ന് മനസ്സിലാക്കാൻ കഴിയുന്ന നിജസ്ഥിതി എനിക്കറിയില്ല. ഒരു കാര്യം ഞാൻ ഉറപ്പിച്ചു പറയാൻ ആഗ്രഹിക്കുന്നു. 2000 നിന്ന് 1500 രൂപയായി കേന്ദ്ര ഗവൺമെന്റ് ഇവിടെ നേരത്തെ പറഞ്ഞു. ഞങ്ങളെല്ലാവരും ഒറ്റക്കെട്ടായി കേന്ദ്രമന്ത്രിമാരെ പോയി കണ്ടു, അവരുമായി നിരന്തരമായി ഇടപെട്ടു. പാർലമെന്റിന് മുന്നിൽ UDFന്റെ പാർലമെന്റ് അംഗങ്ങൾ പ്രത്യക്ഷമായ സമരത്തിന് അനുഭാവം പ്രകടിപ്പിച്ചുകൊണ്ട് സമരത്തിന് നേതൃത്വം കൊടുത്തു. മന്ത്രിമാർ ഉറപ്പു നൽകി. അതിന്റെ അടിസ്ഥാനത്തിൽ ഉത്തരവുണ്ടായി. ആ ഉത്തരവും പ്രാവർത്തികമാക്കുന്നില്ലെങ്കിൽ അത് പ്രാവർത്തികമാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശക്തമായ നടപടികൾ ഞങ്ങളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുമെന്ന് കൂടി ഈ അവസരത്തിൽ ഉറപ്പു നൽകിക്കൊണ്ട് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ രാഷ്ട്രീയ കേരളത്തിന്റെ ഐതിഹാസികമായ സമര ചരിത്രങ്ങളിൽ സുവർണ ലിപികളാൽ രേഖപ്പെടുത്തുന്ന ഒരു ജനകീയ പ്രക്ഷോഭമാണ് ആശാ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷനാണ് നേതൃത്വം കൊടുത്തതെങ്കിലും കേരളത്തിന്റെ പൊതുസമൂഹം ഒന്നാകെ ഏറ്റെടുത്തുകൊണ്ട് നടത്തി ഇവിടെയിരിക്കുന്ന സാംസ്കാരിക രംഗത്തും സാമൂഹിക രംഗത്തും അതുപോലെ നിരവധി മേഖലകളിൽ പ്രവർത്തിക്കുന്ന ഒട്ടനവധി പ്രമുഖരായിട്ടുള്ള വ്യക്തികളുണ്ട്. അവരുടെ ഒക്കെ സംഭാവനകൾ ഒരിക്കലും നമുക്ക് വിസ്മരിക്കാൻ കഴിയില്ല. അത് പൊതുസമൂഹത്തിന്റെ പൊതുമണ്ഡലത്തിന്റെ അഭിപ്രായം കൃത്യതയോടുകൂടി ജനമനസ്സുകളിൽ എത്തിക്കുന്നതിന് അവരൊക്കെ നൽകിയിട്ടുള്ള നിസ്തുലമായ സംഭാവനകളെ ആദരവോടുകൂടി അനുസ്മരിച്ചുകൊണ്ട് പ്രഥമ ക്യാബിനറ്റ് ഐക്യ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് സത്യപ്രതിജ്ഞ ചെയ്ത് ആദ്യത്തെ ക്യാബിനറ്റിന്റെ ആദ്യത്തെ തീരുമാനം 3000 രൂപയുടെ വർധനവ്
ഞാൻ ഒരിക്കലും പറയുന്നില്ല അധികരിച്ച തുകയാണെന്നൊന്നും പറയുന്നില്ല. ശ്രീ ബാലഗോപാൽ സൂചിപ്പിച്ചതുപോലെ എന്തുകൊണ്ട് 21,000 രൂപ കൊടുത്തില്ല എന്ന ചോദ്യം, അതിനൊന്നുമല്ല. 3,000 രൂപയല്ല, ഈ പാവപ്പെട്ട ആശാവർക്ക് 266 ദിവസം ഈ സമരം ചെയ്തവരെ പരിഗണിക്കുന്നു. അവരുടെ വിഷയം ഒരു ഗവൺമെന്റിന്റെ പ്രഥമ പരിഗണനയായി മന്ത്രിസഭാ യോഗത്തിന്റെ അജണ്ടയിൽ വരുന്നു. അതുമായി ബന്ധപ്പെട്ട ഒരു വർധനവ് ഏർപ്പെടുത്തുന്നു. അങ്ങനെ പരിശോധിക്കുമ്പോൾ നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഈ സമരം ആരംഭിച്ചതിന് ശേഷം ഏതാണ്ട് 5,000 മുതൽ 6,000 രൂപ വരെയുള്ള വർധനവ് ഈ സമരത്തിന്റെ ഭാഗമായി സാമ്പത്തികാനുകൂല്യ വർധനവ് ആർജിക്കാൻ കഴിഞ്ഞു എന്ന് പറയുന്നത് ഏത് ട്രേഡ് യൂണിയൻ പ്രസ്ഥാനത്തിന്റെ സമരത്തിൽ നടന്നിട്ടുണ്ട്? ഏത് തൊഴിലാളി വർഗ സമരത്തിൽ നടന്നിട്ടുണ്ട്? ഇത്രയും ഞാൻ സാമ്പത്തികത്തിന്റെ വലിപ്പമല്ല ആവർത്തിച്ചു പറയുന്നു. ഒന്ന്, ആ സമരത്തിന് ലഭിച്ച പ്രാധാന്യം, സമരത്തിന് ലഭിച്ച പരിഗണന ഒരു ഗവൺമെന്റ് പ്രഖ്യാപിക്കുന്നു. ഗവൺമെന്റിന്റെ പ്രഥമ യോഗത്തിൽ, ക്യാബിനറ്റ് യോഗത്തിൽ പ്രഥമ അജണ്ടയായി പ്രഖ്യാപിക്കുന്നു. അതൊരു തുടക്കമാണ്. ഇവിടെ സൂചിപ്പിച്ചതുപോലെ വിരമിക്കൽ ആനുകൂല്യം. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഇപ്പോഴും ഞങ്ങളുടെയൊക്കെ ഭാവി പ്രതിപക്ഷ നേതാവെന്നാണ് വരുന്നത്. അദ്ദേഹം ഉറപ്പു നൽകിയിട്ടുണ്ട്, വിരമിക്കൽ ആനുകൂല്യം ഉൾപ്പെടെ ആശാ വർക്കേഴ്സ് ഉൾപ്പെടെയുള്ള ഈ സമൂഹത്തിന്റെ ആവശ്യങ്ങൾ പൂർണ്ണബോധം സാക്ഷാത്കരിക്കുന്നതിന് ഐക്യ ജനാധിപത്യ മുന്നണിയുടെ ഉത്തരവാദപ്പെട്ട പ്രതിനിധി എന്ന നിലയിൽ ഈ അവസരത്തിൽ ആവർത്തിച്ച് നിങ്ങൾ ഉറപ്പു നൽകുന്നു. ഈ ആവശ്യങ്ങൾ സാക്ഷാത്കരിക്കുന്നതിന് അനുഭാവപൂർവമായ ജനപക്ഷ നിലപാട് സ്വീകരിച്ചുകൊണ്ട് ഈ ഗവൺമെന്റ് മുന്നോട്ട് പോകും. ആ പ്രവർത്തനങ്ങളെ ആകെ നിങ്ങളുടെ സഹായവും പിന്തുണയും സഹകരണവും ഉണ്ടാകണമെന്ന് വിനയപുരസ്സരം അഭ്യർത്ഥിച്ചുകൊണ്ട് ഇതിഹാസ തുല്യമായ ഈ ജനകീയ സമരത്തിന് നേതൃത്വം കൊടുക്കുകയും പങ്കെടുക്കുകയും ചെയ്ത എല്ലാവരെയും ഹാർദ്ദമായി ഒരിക്കൽ കൂടി അഭിവാദ്യം ചെയ്തുകൊണ്ട് ആശംസകൾ അർപ്പിച്ചുകൊണ്ട് ഈ വിജയാഹ്ലാദത്തിന്റെ ഭാഗമായി ചേർന്നുകൊണ്ട് അതിന്റെ ഭാഗമായി പങ്കെടുത്തുകൊണ്ട് അഭിവാദ്യം അർപ്പിച്ച് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്ക് എന്റെ നന്ദി, നമസ്കാരം.